ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വ്ളോഗാണ്. നമ്മളെ നോമ്പൊക്കെ ആവാറായില്ലേ, അപ്പോൾ നമ്മൾ വീടൊക്കെ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തേക്കും, നനച്ചുള്ളി എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുകളിലത്തെ റൂമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫസ്റ്റ് ഇന്നതൊരു ചോക്ലേറ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ റൂമിൽ ഇതാ ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുന്നുണ്ട്. എല്ലാ ആവിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ക്ലീനിങ് തുടങ്ങാച്ചിട്ടായിട്ട് ഇന്ന് തന്നെ നമ്മൾ ആക്കിയത്. കാരണം ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് ഇന്ന് ക്ലീനിങ് ഒക്കെ ചെയ്തത്. ഫസ്റ്റായിട്ട് ഇത് അനിയൻ തന്നെ വന്നിട്ട് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് നമ്മളെ മാറാലിയും പൊടികളൊക്കെ തട്ടാണ്. അവൻ ആ ബൾബുമ്പോൾ തട്ടാതെ എങ്ങനെയൊക്കെയോ തട്ടിയതായിരുന്നു. നമ്മൾ ഈ റൂം അധികം യൂസും ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. നല്ല അലങ്കോലമായിട്ട് തന്നെയാണ് ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. അയൺ ചെയ്യാനൊക്കെ നമ്മൾ ഇങ്ങോട്ടാണ് വരില്ല. അപ്പം നമ്മൾ ആ ഒരു ടേബിളൊക്കെ തയ്പ്പിച്ച് പുറത്ത് വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ടിലൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിമത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ആദ്യത്തെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ പില്ലോസൊക്കെ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ബെഡൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കട്ടിൽ. അങ്ങനെ ഇതാ ഇപ്പച്ച് കട്ടിലൊക്കെ നല്ല രീതിയിൽ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. അടിയിലാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനിവിടുത്തെ ജനലൊക്കെ ഇതാ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നടക്കായിരുന്നു. ഇവിടെ നല്ല രസമുണ്ട് ഈ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ വെറുതെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താണ്. പിന്നെ ഞാനിത് നമ്മളെ ജനൽമത്തൊക്കെ പൊടി തട്ടുന്നുണ്ട്. ഈ ഒരു ചൂല് വെച്ചിട്ടുണ്ടെയാണ് എല്ലാ ജനലത്തെ പൊടി തട്ടി. അതുപോലെ തന്നെ ഇതാ ഈ ഒരു കട്ടിലിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് നിറച്ച് മാറാല കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു. പൊടി തട്ടൊന്നും നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ജനലൊക്കെ തുടക്കാൻ ഭയങ്കര പാടാണ്. പൊടി തട്ടൽ കഴിഞ്ഞ പാടിന് അമ്മച്ചി പറഞ്ഞ് ജനലൊക്കെ തുടച്ചു. അങ്ങനെ ഞാനിതൊരു തുണിയൊക്കെ കൊടുത്തിട്ട് അത് വെച്ച് ജനലൊക്കെ തുടക്കുന്നുണ്ട്. എല്ലാ ജനലും നല്ല വൃത്തിയായിട്ട് ഞാൻ തുടക്കുന്നുണ്ട്. പിന്നെ ഇതാ അമ്മച്ചി നമ്മുടെ റൂമിൻ്റെ ആ ഒരു കട്ടിൻ്റെ സൈഡിലുള്ള കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അമ്മച്ചി അടിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ റൂമിൽ തന്നെ മെഷീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മെഷീനിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെയും അമ്മച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കുള്ള അടുത്ത പണി എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു കട്ടിലിൻ്റെ ഒരു സൈഡ് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ തുടക്കലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞൊരു കബോർഡ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പച്ചന്നെ നമുക്ക് ഉണ്ടാക്കി തന്ന സംഭവമാണ്, ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വേണ്ടാത്ത എല്ലാ ബുക്സും ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇത് നിറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചൂല് വെച്ച് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു കബോർഡും നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സൈഡായിട്ട് നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു താഴത്ത്. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ വന്നിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള തണുത്ത ഓറഞ്ച് ജ്യൂസ് കൊടുക്കുന്നത്. അങ്ങനെ അതും കുടിച്ച് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റി. ഞാനിത് ആ ഒരു കബോർഡ് അവിടെ കൊടുന്ന് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ബുക്സുകളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്തൊക്കെ ഞാൻ ഒരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ച് വരറ്റി പിന്നെ അതോടെ ഒന്നും കൂടി തുടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ റൂമിൻ്റെ പകുതി മുക്കാൽ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് കുറച്ചൊരു കട്ടിലിൻ്റെ ആ ഒരു ഭാഗം മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പച്ച് വന്നിട്ട് ആ കട്ടിലൊക്കെ നമ്മൾ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ റൂമത്തെ ബാത്റൂമും വെച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ബെഡ്ഷീറ്റൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, നമ്മളത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു റൂമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിട്ടുള്ളത്. വീഡിയോ എടുത്തിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് വോയിസർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ നനച്ചുള്ളി അഥവാ ക്ലീനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.